BBC വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പട്ടിന്റെ കയ്യൊപ്പ് സിൻസ് 1924 പുളിമൂട്ടിൽ സിൽക്സ്. നൂതന യന്ത്ര സംവിധാനത്തോടെയുള്ള കണ്ണുപരിശോധന മംഗലത്ത് ഒപ്റ്റിക്കൽസ്, പുളിമൂട്ടിൽ പ്ലാസ, പാലാ റോഡ്, തൊടുപുഴ. ആഘോഷങ്ങൾ ഏതുമാവട്ടെ, എല്ലാത്തരം വെജ് നോൺ വെജ് വിഭവങ്ങളും പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നു. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴയ്ക്കൊപ്പം. ഫോൺ 9744406785. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. ആരും കൊതിക്കുന്ന ഹോം ഡെക്കറേഷൻ ഐറ്റംസ് വാങ്ങാൻ ഇനി മഹാനഗരങ്ങളിൽ പോകേണ്ട. EMI സൗകര്യവും ആർക്കും അഫോർഡ് ചെയ്യാവുന്ന ആകർഷകമായ വിലയും. നിങ്ങളുടെ ഭവനം മനോഹരമാക്കാൻ ഉടൻ സന്ദർശിക്കൂ റോയലോക്ക്, കോലാനി, തൊടുപുഴ. The Log Studio, Jesus Tower, മുതലക്കോടം. ഫോൺ 9947973577. ഇതിനുള്ള അവകാശം മോൾക്ക് മാത്രമാണ്. കുഞ്ഞിന്റെ കണ്ണിലെ സന്തോഷം കണ്ടോ? അത് മതി ഈ അച്ചായന്. കുഞ്ഞിന് നന്മയെ വരും. സ്നേഹത്തിന്റെയും പ്രതീക്ഷയുടെയും യഥാർത്ഥ മൂല്യം അച്ചയൻസ് ഗോൾഡ്. ഇപ്പോ അവളുടെ സ്വപ്നങ്ങളും എല്ലാം യാഥാർത്ഥ്യമാക്കി എംബിറ്റ്സ്. സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി എംബിറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജ്, കോതമംഗലം. അന്താരാഷ്ട്ര നിലവാരമുള്ള ഷോപ്പിംഗ് അനുഭവത്തിന് കൂടുതൽ തിളക്കമാർന്ന തുടക്കമായിരിക്കുന്നു മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച തൊടുപുഴ ഷോറൂമിൽ. ഗോൾഡ്, ഡയമണ്ട്, ജെം സ്റ്റോൺ തുടങ്ങിയ മനോഹരമായ ആഭരണങ്ങളുടെ വിപുലമായ കളക്ഷൻസ് ആണ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. കൂടുതൽ ഡിസൈനുകൾ, കൂടുതൽ ചോയ്സ്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടെമ്പിൾ ബൈപാസ് റോഡ്, തൊടുപുഴ. ഫോൺ 04862222916. കോതമംഗലം രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ്, വാഴക്കുളം. സിൽവർ ജൂബിലിയുടെ നിറവിൽ അക്കാദമിക് മികവിന്റെ 25 വർഷങ്ങൾ പിന്നിടുന്ന വിശ്വജ്യോതിയോടൊപ്പം നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കൂ. ഗവൺമെന്റ് ജോലിയോ വിദേശത്ത് മികച്ച കരിയറോ സ്വപ്നം കാണുന്നുണ്ടോ? എങ്കിൽ നിങ്ങളുടെ ഭാവിയിലേക്കുള്ള ശരിയായ വഴി ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അബ്രോഡ് സ്റ്റഡീസ്. ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സസ് അവൈലബിൾ. ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അബ്രോഡ് സ്റ്റഡീസ്, നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ്, ഷക്കീന കോംപ്ലക്സ്, തൊടുപുഴ. നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ റവന്യൂ ഭൂമിയിൽ അവകാശം ഉന്നയിച്ച് വനം വകുപ്പ് നടത്തുന്ന ഇടപെടലുകൾ കർഷകർക്ക് ദുരിതമാകുന്നു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷേഴ്സ് യൂണിയൻ കരിമണ്ണൂർ വെസ്റ്റ് യൂണിയൻ കൺവെൻഷൻ സംഘടിപ്പിക്കുകയും നവാഗതർക്ക് സ്വീകരണം നൽകുകയും ചെയ്തു. ഇടുക്കി ജില്ലാ ജോയിന്റ് സെക്രട്ടറി PP സൂര്യകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. ജൂലൈ 1 ദേശീയ ഡോക്ടേഴ്സ് ദിനത്തിൽ കരിമണ്ണൂർ PHCയിലെ ഡോക്ടർമാരെ ആദരിച്ച് കരിമണ്ണൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷേഴ്സ് അസോസിയേഷൻ മൂവാറ്റുപുഴ നിയോജക മണ്ഡലം ഏകദിന ശില്പശാല നടത്തി. സംസ്ഥാന ജനറൽ സെക്രട്ടറി TS സലീം ശില്പശാല ഉദ്ഘാടനം ചെയ്തു. വണ്ടിപ്പെരിയാർ ചുരക്കുളം എസ്റ്റേറ്റിൽ 6 വയസ്സുകാരി പീഡനത്തിനിരയായ കൊല ചെയ്യപ്പെട്ടിട്ട് 5 വർഷം. കേസിൽ നിരവധി പ്രക്ഷോഭങ്ങൾ നടത്തിയ UDF അധികാരത്തിലെത്തിയ പ്രതീക്ഷയിൽ തങ്ങൾക്ക് നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് പെൺകുട്ടിയുടെ കുടുംബം. വാർത്തകൾ വിശദമായി. കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ റവന്യൂ ഭൂമിയിൽ അവകാശം ഉന്നയിച്ച് വനം വകുപ്പ് നടത്തുന്ന ഇടപെടലുകൾ കർഷകർക്ക് ദുരിതമാകുന്നു. നാട്ടിലെ യുവാക്കൾ ഉൾപ്പെടെ നിരവധി പേർക്കെതിരെയാണ് വിവിധ വകുപ്പുകൾ ചുമത്തി വനം വകുപ്പ് പതിവായി കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നതെന്നാണ് പരാതി. അങ്ങനെ വിചാരം ഞാൻ പറഞ്ഞത് അങ്ങോട്ടും തീർന്നു, അത്രേ ഉള്ളൂ. സ്വന്തം ഡിവിഷന്റെ വെളിയിൽ കയറി കേസ് ഉണ്ടാക്കിയിട്ട് അവൻ വലിയ വർത്തമാനം പറയുന്നു. അങ്ങ് പിടിക്കണോ? എന്നാ ഞാൻ ഇവിടെ നിൽക്കല്ലേ? എവിടെ സ്വന്തം റേഞ്ചിന്റെ അതിർത്തി ഒന്ന് കാണിച്ചെന്നേ. നിങ്ങൾ വലിയ വർത്താനം പറയുന്നല്ലോ. സ്വന്തം റേഞ്ചിന് അതിർത്തി ഒന്ന് കാണിച്ചെന്നേ. പിന്നെ കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ മലയണ്ണാമല ഇടത്തട്ട് മേഖലകളിലാണ് അടുത്തിടെയായി വനം വകുപ്പ് സമാന്തര സർക്കാർ പോലെ പ്രവർത്തിച്ച് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതെന്നാണ് പ്രദേശവാസികൾ ആരോപിക്കുന്നത്.
നഗരംപാറ റേഞ്ച് ഓഫീസർ ഹരിലാലിന്റെ നേതൃത്വത്തിലാണ് നടപടികൾ നടക്കുന്നതെന്നും യുവാക്കളെ കസ്റ്റഡിയിലെടുത്ത് മർദ്ദിക്കുമെന്ന് വരെ പരസ്യമായി ഭീഷണിപ്പെടുത്തുന്നതായും പരാതിയുണ്ട്. സാഫ് എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ റവന്യൂ ഭൂമിയിൽ വനം വകുപ്പ് അനധികൃതമായി അവകാശം ഉന്നയിക്കുന്നതിനെതിരെ നാട്ടുകാർ നേരത്തെ പ്രതിഷേധിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. വനഭൂമിയുടെ അതിരുകൾ വ്യക്തമാക്കണമെന്നാവശ്യപ്പെട്ട് വിവരാവകാശ നിയമപ്രകാരം ഉൾപ്പെടെ നിരവധി തവണ അപേക്ഷകൾ നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നും സാഫ് സംഘടന ആരോപിക്കുന്നു. 10,000 ഏക്കറോളം റവന്യൂ ഭൂമിയുണ്ട്. അതായത് പട്ടയത്തിന് വേണ്ടി ഗവൺമെന്റ് ഓർഡറുള്ള പട്ടയം കിട്ടി കാത്തിരിക്കുന്ന ഒരു 10,000 ഏക്കർ ഭൂമിയുണ്ട്. ഈ ഭൂമിയിലെ ഫോറസ്റ്റുകാർ വന്നിട്ട് ഗുണ്ടായിസം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ പറയുന്നത് ഞങ്ങളുടെ ഔദാര്യത്തിലാണ് നിങ്ങൾ ഇവിടെ താമസിക്കുന്നത്. ഇത് 100 വർഷങ്ങൾക്ക് മുമ്പ് ഈ സാധനം റിസർവ് ഫോറസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് ഇപ്പം ഞങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കേസെടുക്കാം, നിങ്ങൾ ആരുടെ പേരിൽ വേണമെങ്കിലും കേസെടുക്കാം എന്ന് പറയുകയും ഞങ്ങളുടെ ഔദാര്യത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്, അതുകൊണ്ട് ഞങ്ങളെ ചോദ്യം ചെയ്യരുത് എന്നും ഉള്ളൊരു ഗുണ്ടായിസ നിലപാടാണ് ഫോറസ്റ്റുകാരിൽ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ നമ്മുടെ വാഴത്തോപ്പ് റേഞ്ച് ഓഫീസർ ഹരിലാൽ എന്ന് പറയുന്ന ഒരാൾ നമ്മളെ നേരിട്ട് ഭീഷണിപ്പെടുത്തുകയും നിങ്ങളെ പിടിച്ച് അകത്തിട്ടിരിക്കും എന്നാണ് പുള്ളിയുടെ ഞങ്ങൾക്ക് നേരെയുള്ള ഭീഷണി. അതിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഈ ഫോറസ്റ്റുകാർ ചെയ്തിരിക്കുന്ന അനീതികളെ ഞങ്ങളുടെ ഒരു സാഫ് എന്ന് പറയുന്ന സംഘടനയുടെ പേരിൽ ചോദ്യം ചെയ്തതിലുള്ള വ്യക്തിവൈരാഗ്യത്തിൻ്റെ പേരിലാണ് ഇദ്ദേഹം വന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ താമസിക്കുന്ന തെരഞ്ഞു പിടിച്ചുള്ള ആൾക്കാരെ കേസിൽപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇതാണ് വനം ജീവനക്കാർ നാട്ടുകാരോട് വൈരാഗ്യപരമായ സമീപനം സ്വീകരിക്കാൻ കാരണമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. 40 വർഷങ്ങൾക്ക് മുൻപ് തന്നെ ആളുകൾ കുടിയേറി താമസിക്കുന്ന പ്രദേശമാണ് ഇടത്തട്ട് മേഖല. റവന്യൂ തരിശുഭൂമിയായി കിടക്കുന്ന പാറകൾ ഉൾപ്പെടുന്ന സ്ഥലങ്ങൾ പോലും വനം വകുപ്പ് തങ്ങളുടേതാണെന്ന് അവകാശം ഉന്നയിക്കുന്നതായും നാട്ടുകാർ ആരോപിക്കുന്നു. പ്രദേശത്ത് പലപ്പോഴും ഉണ്ടാകുന്ന കാട്ടുതീ പോലും വനം വകുപ്പിന്റെ സംഭാവനയാണെന്ന ആരോപണവും ഉയരുന്നുണ്ട്. ഇത്തരത്തിൽ ഭീതി സൃഷ്ടിച്ച് പ്രദേശവാസികളെ കുടിയിറക്കാനാണ് വനം വകുപ്പ് ശ്രമിച്ചിരുന്നതെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ജീവൻ ഭയന്ന നിരവധി കുടുംബങ്ങൾ മലമുകളിൽ നിന്നും താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് കുടിയേറിയതായും അവർ പറയുന്നു. വർഷങ്ങളുടെ പഴക്കമുള്ള തെങ്ങ് ഉൾപ്പെടെയുള്ള കൃഷികളും ഇവിടെ പതിറ്റാണ്ടുകളായി കർഷകർ താമസിക്കുന്നതിനുള്ള വ്യക്തമായ തെളിവാണെന്ന് പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടുന്നു. 6 വർഷം മുമ്പ് വീടിന് സ്ഥലം നികത്തുന്നതിനിടെ 2 പാഴ്ത്തടികൾ പിഴുതുമാറ്റിയ സംഭവത്തിൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ JCB വനം വകുപ്പ് കസ്റ്റഡിയിലെടുത്തിരുന്നു. എന്നാൽ ഇതുവരെ വാഹനം തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും ഇത്തരത്തിലുള്ള നടപടികളാണ് വനം വകുപ്പിന്റെ ജനദ്രോഹ നടപടികളെന്ന് പ്രദേശത്തെ യുവജനങ്ങൾ ആരോപിക്കുന്നു. പുതിയ ഭരണകൂടം അധികാരത്തിലെത്തിയ സാഹചര്യത്തിലെങ്കിലും വനം വകുപ്പിന്റെ ഈ സമാന്തര സർക്കാർ നീക്കത്തിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷേഴ്സ് യൂണിയൻ കരിമണ്ണൂർ വെസ്റ്റ് യൂണിറ്റ് കൺവെൻഷൻ സംഘടിപ്പിക്കുകയും നവാഗതർക്ക് സ്വീകരണം നൽകുകയും ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ജോണി ചാക്കോയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിന്റെ ഉദ്ഘാടനം സംഘടന ഇടുക്കി ജില്ലാ ജോയിന്റ് സെക്രട്ടറി PP സൂര്യകുമാർ നിർവഹിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കരിമണ്ണൂർ വെസ്റ്റ് യൂണിറ്റ് കൺവെൻഷനും നവാഗതർക്ക് സ്വീകരണവും നൽകി. യൂണിറ്റ് പ്രസിഡന്റ് ജോണി ചാക്കോയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗം ജില്ലാ ജോയിന്റ് സെക്രട്ടറി PP സൂര്യകുമാർ സംഘടനാ രേഖ അവതരിപ്പിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. മുതൽ നിലവിൽ ഏത് ഗവൺമെന്റ് ആണോ ഭരിക്കുന്നത് ആ ഗവൺമെന്റിന് താല്പര്യമുണ്ട് എങ്കിൽ പെൻഷൻ പരിഷ്കരണത്തെ കുറിച്ച് ആലോചിക്കാം. അതുകൊണ്ട് ഇപ്പോൾ ഇറക്കിയിട്ടുള്ള 8ാം കേന്ദ്ര ശമ്പള പരിഷ്കരണത്തോടൊപ്പം പെൻഷൻ പരിഷ്കരണമില്ല. എവിടെ ചെന്ന് നിൽക്കുന്നു എന്നുള്ളതാണ്. യൂണിറ്റ് സെക്രട്ടറി KK സുന സ്വാഗതം പറഞ്ഞു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് MJ ലില്ലി സംസ്ഥാന സമ്മേളന വിശദീകരണം നടത്തി. ജില്ലാ വൈസ് പ്രസിഡന്റ് NA ജെയിംസ്, സംസ്ഥാന കൗൺസിൽ അംഗം S രാജീവ് എന്നിവർ ചേർന്ന് നവാഗതരെ സ്വീകരിച്ചു. നവാഗതരുടെ മറുപടി പ്രസംഗത്തിന് ശേഷം ബ്ലോക്ക് പ്രസിഡന്റ് KV ദേവസ്യ, ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി PP സജീവൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. യൂണിറ്റ് ട്രഷറർ ജോസഫ് കുരുവിള നന്ദി പറഞ്ഞു. ആളിമാരൊത്തുകൂടി ആമ്പൽ പൂക്കടവിങ്കൽ ആയില്യപ്പൂനിലാവിൽ കുളിക്കാൻ പോയി പുലയനാർ മണിയമ്മ പൂമുല്ലക്കാവിലമ്മ കലമാന്റെ മിഴിയുള്ള കളിത്തത്തമ്മ. ന്യൂസ് ബ്യൂറോ, കരിമണ്ണൂർ. ജൂലൈ 1 ദേശീയ ഡോക്ടേഴ്സ് ദിനത്തിൽ കരിമണ്ണൂർ PHCയിലെ ഡോക്ടർമാരായ ഡോക്ടർ ബ്ലെസ്സി റാണി മൈക്കിൾ, ഡോക്ടർ മീനു കൃഷ്ണ, ഡോക്ടർ രാധിക എന്നിവരെ ആദരിച്ച് കരിമണ്ണൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ.
സ്കൂളിലെ ജൂനിയർ റെഡ് ക്രോസ് സംഘങ്ങളുടെ നേതൃത്വത്തിൽ കുട്ടികളും അധ്യാപകരും കുടുംബാരോഗ്യ കേന്ദ്രത്തിലെത്തി ഡോക്ടർമാർക്കും ആരോഗ്യ പ്രവർത്തകർക്കും ആദരവ് നൽകി. ഹെഡ് മാസ്റ്റർ ബിജോയ് മാത്യു, JRC കൗൺസിലർ അബിത ജേക്കബ് എന്നിവർ ആശംസകൾ നേർന്നു. JRC കൗൺസിലറായ ലിജി തെരേസ ജോസ്, യൂണിറ്റ് ലീഡർമാരായ നവമി വിനോദ്, നിഖിൽ സുരേഷ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. യോഗത്തിൽ JRC അംഗങ്ങൾ ആരോഗ്യ പ്രവർത്തകർക്ക് മധുര പലഹാരങ്ങളും വിതരണം ചെയ്തു. രോഗികളുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് രാവിലെ പകലും നിസ്വാർത്ഥമായി സേവനം ചെയ്യുന്ന ഡോക്ടേഴ്സിന് എല്ലാവിധ ആരോഗ്യങ്ങളും ഞങ്ങൾ നേരുകയാണ്. കരിമണ്ണൂർ നമ്മുടെ സെന്റ് ജോസഫ് കുടുംബത്തിനോട് ഒത്തുചേർന്ന് നിൽക്കുന്ന ഈ കരിമണ്ണൂർ PHCയിലെ എല്ലാ ഡോക്ടേഴ്സിനും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ JRCയുടെയും സെന്റ് ജോസഫ് കരിമണ്ണൂർ സ്കൂളിന്റെയും ഹൃദയം നിറഞ്ഞ ഡോക്ടേഴ്സ് ഡേ ആശംസകൾ. മെഡിസെപ്പ് പദ്ധതി പുനഃപരിഷ്കരിക്കണമെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷേഴ്സ് അസോസിയേഷൻ KSSPA മൂവാറ്റുപുഴ നിയോജക മണ്ഡലം ഏകദിന ശില്പശാലയിലാണ് ഈ ആവശ്യം ഉയർന്നു വന്നത്. സംസ്ഥാന ജനറൽ സെക്രട്ടറി TS സലീം ശില്പശാല ഉദ്ഘാടനം ചെയ്തു. നിരവധി വ്യക്തികൾ പങ്കെടുത്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ മൂവാറ്റുപുഴ നിയോജക മണ്ഡലം ഏകദിന ശില്പശാല നടത്തി. സംസ്ഥാന ജനറൽ സെക്രട്ടറി TS സലീം ഉദ്ഘാടനം ചെയ്തു. സംഘടനകൾ പറയുന്നവരാണ് ആദ്യത്തെ പെൻഷൻ സംഘടന. ഏതാണ് ആദ്യത്തെ പെൻഷൻ സംഘടന? KSSPA തന്നെയാണ് അല്ലേ? സംശയമുണ്ടോ? പക്ഷെ നമ്മുടെ ആളുകളിൽ ചില ആളുകൾ ഇപ്പോഴും KSSPUവിൽ നിൽക്കുമ്പോൾ അവർ പറയുന്നത് ഇതാണ് ആദ്യം ഉണ്ടായത്, ഇതിന് രാഷ്ട്രീയമില്ല, എല്ലാവരുമുള്ള സംഘടനയാണ് എന്നൊക്കെ പറഞ്ഞ് പോകുന്ന ഒരു പതിവ് ഇപ്പോഴും നമ്മുടെ ഇടയിലുണ്ട്. കാരണം 51,962 പേർ 51,962 പേര് 2025 മാർച്ചിലെ കണക്കനുസരിച്ച് എറണാകുളം ജില്ലയിൽ പെൻഷൻകാരാണ്. മെഡിസെപ്പ് പദ്ധതി പുനഃപരിശോധിക്കണമെന്ന് ശില്പശാല UDF സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ജില്ലാ പ്രസിഡന്റ് CA അലിക്കുഞ്ഞ്, ജില്ലാ സെക്രട്ടറി PD ജോയ്, ജില്ലാ ട്രഷറർ VA അഫ്സലൻ, വനിതാ ഫോറം സംസ്ഥാന സെക്രട്ടറി ആലിസ് കറിയ, OM തങ്കച്ചൻ, VM നാസർ ഖാൻ, ഷബീബ് എവറസ്റ്റ്, VT പൈലി, ഡൊമിനിക് തോമസ്, KM റെജീന, മാത്യു ഫിലിപ്പ്, മേരി പൗലോസ്, ബേബി തോമസ്, PM മൈദീൻ, ടോമി ജേക്കബ്, ബേബി ജോർജ്, ഡോക്ടർ ആൻസി ഐസക്, മാത്യു പൈലി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, മൂവാറ്റുപുഴ. അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി നെടുങ്കണ്ടം തേർഡ് ക്യാമ്പിൽ സെമിനാർ സംഘടിപ്പിച്ചു. യോഗ ദൈനംദിന ജീവിതത്തിൽ പ്രവർത്തനമാക്കേണ്ടതിന് പ്രാധാന്യം വിവരിച്ചാണ് സെമിനാർ നടത്തിയത്. തേർഡ് ക്യാമ്പ് ആയുർവേദ ആശുപത്രിയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടി പാമ്പാടുംപാറ പഞ്ചായത്ത് പ്രസിഡന്റ് റൂബി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. യോഗ ഫോർ ഹെൽത്തി ഏജിംഗ് എന്ന ചിന്തയാണ് ഈ വർഷത്തെ യോഗ പദ്ധതികളുടെ ആപ്തവാക്യം. ആരോഗ്യകരമായ ജീവിതത്തിന് യോഗ എത്രമാത്രം ഗുണകരമാകുമെന്നത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ലക്ഷ്യം. തേർഡ് ക്യാമ്പ് ആയുർവേദ ആശുപത്രിയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടി പാമ്പാടുംപാറ പഞ്ചായത്ത് പ്രസിഡന്റ് റൂബി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് അംഗം ആൻസി മാത്യു അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ജീന, ഗ്രാമപഞ്ചായത്ത് അംഗം ഷാജി മരുതോലിൽ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. തുടർന്ന് ഇരുന്ന് ജോലി ചെയ്യുന്നവർക്ക് ജോലിക്കിടെ ഉന്മേഷവും ആരോഗ്യവും ഉറപ്പുവരുത്താൻ ചെയ്യാവുന്ന യോഗാ രീതികൾ അവതരിപ്പിച്ചു. ഡോക്ടർ സൂര്യ റാണി ക്ലാസ് നയിച്ചു. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം. ഓട്ടത്തിനിടയിൽ സ്വകാര്യ ബസ്സിൽ നിന്ന് തെറിച്ച് റോഡിൽ വീണ് ഗുരുതര പരിക്കിൽ ചികിത്സയിലിരുന്ന കന്യാസ്ത്രീക്ക് ദാരുണാന്ത്യം. സെയിന്റ് വിൻസെന്റ് പ്രൊവിൻഷ്യൽ അംഗവും റിട്ടയർഡ് അധ്യാപികയുമായ സിസ്റ്റർ ഹെയ്സ്ലെറ്റ് SD ആണ് മരിച്ചത്. 56 വയസ്സായിരുന്നു. ബസിന്റെ വാതിൽ അടയ്ക്കാത്തതാണ് അപകട കാരണം. ഭൗതിക ശരീരം വ്യാഴാഴ്ച രാവിലെ 6-ന് പ്രൊവിൻഷ്യലിൽ കൊണ്ടുവരും. തുടർന്ന് ഉച്ചകഴിഞ്ഞ് 3:30-ന് സംസ്കാര ശുശ്രൂഷകൾ ആരംഭിക്കും.
സെയിന്റ് വിൻസെന്റ് പ്രൊവിൻസ് അംഗവും റിട്ടയർഡ് അധ്യാപികയുമായ സിസ്റ്റർ ഹേസ്ലെസ് SD മരണത്തിന് കീഴടങ്ങി. ചൊവ്വാഴ്ച രാവിലെ 8:20 കോഴിപ്പള്ളി ഗവൺമെന്റ് LP സ്കൂളിന് സമീപത്തെ വളവിൽ വെച്ചായിരുന്നു അപകടം. ബസിന്റെ വാതിൽ അടയ്ക്കാത്തതാണ് അപകട കാരണം. അപകടം നടന്നത് രാവിലെ സമയത്തായിരുന്നതുകൊണ്ട് ബസ്സിൽ യാത്രക്കാരുടെ എണ്ണവും കൂടുതലായിരുന്നു. വിദ്യാർത്ഥികളെ നിർത്തിക്കൊണ്ടാണ് ബസ് ഓടിച്ചിരുന്നതെന്ന് പോലീസ് പറഞ്ഞു. കോഴിപ്പള്ളി ബോയ്സ് ടൗൺ സ്റ്റോപ്പിൽ നിന്നാണ് സിസ്റ്റർ ബസ്സിൽ കയറിയത്. ഏതാനും മീറ്റർ അപ്പുറത്തുള്ള വളവ് വീശിയെടുക്കുന്നതിനിടയിൽ തുറന്നു കിടന്ന വാതിലിലൂടെ സിസ്റ്റർ പുറത്തേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. തലയ്ക്ക് ഗുരുതര പരിക്ക് മൂലം അബോധാവസ്ഥയിലായ സിസ്റ്റർ ഹേസ്ലെറ്റിനെ യാത്രക്കാരും ബസ് ജീവനക്കാരും ചേർന്നാണ് പിന്നാലെ വന്ന കാറിൽ കോതമംഗലത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത്. എങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. ചികിത്സയിലിരിക്കെ രാജഗിരി ഹോസ്പിറ്റലിൽ വെച്ച് ഇന്ന് രാവിലെയാണ് മരണപ്പെട്ടത്. ജൂലൈ 2 വ്യാഴാഴ്ച രാവിലെ 6-ന് പ്രൊവിൻസിൽ കൊണ്ടുവരും. തുടർന്ന് ഉച്ചകഴിഞ്ഞ് 3:30-ന് സംസ്കാര ശുശ്രൂഷകൾ ആരംഭിക്കും. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. വണ്ടിപ്പുര ചുരക്കുളം എസ്റ്റേറ്റിൽ 6 വയസ്സുകാരി പീഡനത്തിനിരയായി കൊല ചെയ്യപ്പെട്ടിട്ട് 5 വർഷം. കേസിൽ കുറ്റാരോപിതനായ അയൽവാസിയെ കോടതി തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിട്ടിരുന്നു. കേസിൽ പുതിയ പ്രോസിക്യൂഷൻ നിയമിച്ച് കേസ് പുനർവിചാരണ ഉണ്ടാകുമെന്ന കഴിഞ്ഞ സർക്കാരിന്റെ പ്രഖ്യാപനവും ജലരേഖയായി. ചുരക്കുളം കേസിൽ നിരവധി പ്രക്ഷോഭങ്ങൾ നടത്തിയ UDF അധികാരത്തിലെത്തിയ പ്രതീക്ഷയിൽ തങ്ങൾക്ക് നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ പെൺകുട്ടികളുടെ കുടുംബം. 2021 ജൂൺ 30-നായിരുന്നു വണ്ടിപ്പെരിയാർ ചുരക്കുളം എസ്റ്റേറ്റ് ലയത്തിൽ 6 വയസ്സുകാരിയെ കഴുത്തിൽ ഷാൾ കുരുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കുട്ടി പീഡനത്തിന് ഇരയായതായി കണ്ടെത്തിയതോടെ നടന്ന അന്വേഷണത്തിൽ കൊലപാതകമാണെന്ന് കണ്ടെത്തുകയും കേസിൽ അയൽവാസിയായ അർജുൻ എന്ന യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ബോധരഹിതയായ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ ശേഷം കെട്ടിത്തൂക്കുകയായിരുന്നുവെന്നാണ് കുറ്റാരോപിതൻ പോലീസിൽ മൊഴി നൽകിയത്. അന്വേഷണ ഉദ്യോഗസ്ഥനായ അന്നത്തെ വണ്ടിപ്പെരിയാർ SHO TD സുനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം 2021 സെപ്റ്റംബർ 21-ന് ബലാത്സംഗം, കൊലപാതകം എന്നിങ്ങനെ പോക്സോ നിയമത്തിലെ വിവിധ വകുപ്പുകൾ ചുമത്തി കുറ്റപത്രം സമർപ്പിച്ചു. എന്നാൽ തെളിവുകളുടെ അഭാവം ചൂണ്ടിക്കാട്ടി കട്ടപ്പന അതിവേഗ പോക്സോ കോടതി കുറ്റാരോപിതനായി ഹാജരാക്കിയ അർജുനനെ വെറുതെ വിടുകയായിരുന്നു. കോടതി വിധിക്ക് ശേഷം നിരവധിയായ പ്രതിഷേധ സമരങ്ങൾക്ക് വണ്ടിപ്പെരിയാർ സാക്ഷിയായിരുന്നു. ഒരു പിഞ്ചു ബാല്യത്തെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ കേസിൽ കുറ്റാരോപിതനായി പോലീസ് അറസ്റ്റ് ചെയ്തയാൾ അല്ല ഈ അരും കൊലപാതകത്തിന് പിന്നിലെന്ന് കോടതി വിധിച്ചപ്പോഴും എങ്കിൽ മറ്റാര് എന്ന ചോദ്യമാണ് പെൺകുട്ടിയുടെ കുടുംബത്തിനൊപ്പം സമൂഹ മനസാക്ഷിയുടെ ചോദ്യം. കോടതി വിധിക്ക് ശേഷം പ്രക്ഷോഭവുമായി രംഗത്തുണ്ടായിരുന്ന UDF സർക്കാർ ഇന്ന് അധികാരത്തിലുള്ളപ്പോൾ കേസിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് പെൺകുട്ടിയുടെ കുടുംബം. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ. 20 വർഷങ്ങൾക്ക് മുമ്പ് പ്രശസ്ത ഗായിക ദിലീമ പാടിയ കിഴക്കു സൂര്യൻ ഉദിച്ചല്ലോ എന്ന ക്രിസ്തീയ ഭക്തിഗാനത്തിന് ആദ്യമായി വിഷ്വൽ ചെയ്തിരിക്കുകയാണ് കട്ടപ്പന വെള്ളയാംകുടി സെന്റ് ജെറോംസ് സ്കൂളിലെ നടനും അധ്യാപകനുമായ അനീഷ് ആനന്ദും 20ഓളം വിദ്യാർത്ഥികളും. സ്കൂളിന്റെ ഗോൾഡൻ ജൂബിലിയോടനുബന്ധിച്ചാണ് വഴികാട്ടി എന്ന ഗാനത്തിന്റെ ദൃശ്യാവിഷ്കാരം നിർമ്മിച്ച് സ്കൂളിന്റെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. 20 വർഷങ്ങൾക്ക് മുൻപ് പ്രശസ്ത ഗായിക ദലീമ പാടിയ കിഴക്ക് സൂര്യൻ ഉദിച്ചല്ലോ എന്ന ക്രിസ്തീയ ഭക്തിഗാനത്തിന് ആദ്യമായി വിഷ്വൽ ചെയ്തിരിക്കുകയാണ് കട്ടപ്പന വെള്ളയാംകുടി സെന്റ് ജെറോം സ്കൂളിലെ നടനും അധ്യാപകനുമായ അനീഷ് ആനന്ദും 20ഓളം വിദ്യാർത്ഥികളും. ഞാൻ 20 വർഷങ്ങൾക്ക് മുൻപ് ആലപിച്ച കിഴക്ക് സൂര്യൻ ഉദിച്ചല്ലോ എന്ന ക്രിസ്തീയ ഭക്തിഗാനം വെള്ളയാംകുടി സെന്റ് ജെറോംസ് UP സ്കൂളിലെ കുട്ടികളെ ഉൾപ്പെടുത്തി നടനും അതേ സ്കൂളിലെ അധ്യാപകനുമായ അനീഷ് ആനന്ദ് എഴുതി സംവിധാനം നിർവഹിച്ച ആൽബം ഞാൻ കണ്ടു. വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇതിന് നേതൃത്വം കൊടുത്തത് വികാരി ജനറൽ അബ്രഹാം കുറയാത്തച്ഛനും ഹെഡ്മാസ്റ്റർ ബിനോയ് മാത്യുവിനും ഓഫീസ് സ്റ്റാഫ് ജോയ്സ് തോമസിനും മറ്റധ്യാപകർക്കും ഇതിൽ അഭിനയിച്ച കുഞ്ഞു കൂട്ടുകാർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. സൂര്യനുദിച്ചല്ലോ വാനിൽ പറവ പറന്നല്ലോ
സ്കൂളിന്റെ ഗോൾഡൻ ജൂബിലിയോടനുബന്ധിച്ചാണ് വഴികാട്ടി എന്ന ഗാനത്തിന്റെ ദൃശ്യാവിഷ്കാരം നിർമ്മിച്ച് സ്കൂളിന്റെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അഞ്ചുരുളി, കാൽവരി മൗണ്ട്, വെള്ളയാംകുടി, സെന്റ് ജോർജ് ഫൊറോന ദേവാലയം എന്നിവിടങ്ങളിലാണ് ചിത്രീകരണത്തിന്റെ പ്രധാന ലൊക്കേഷനുകൾ. നടനും അധ്യാപകനുമായ അനീഷ് ആനന്ദാണ് കഥ, തിരക്കഥ, സംവിധാനം എന്നിവ കൈകാര്യം ചെയ്തിരിക്കുന്നത്. സ്കൂൾ മാനേജർ ഇടുക്കി രൂപത വികാരി ജനറൽ ഫാദർ എബ്രഹാം പൊറിയാറ്റ് ആൽബത്തിന്റെ അപ്ലോഡ് കർമ്മം നിർവഹിച്ചു. അനീഷ് ആനന്ദ്, അന്ന മരിയ ജിനോഷ്, ജെറി ഒയെ, ജുവാന ജിജിൻ, കരോളിൻ സനോജ് എന്നിവരാണ് പ്രധാന വേഷം കൈകാര്യം ചെയ്തിരിക്കുന്നത്. അനന്തു കട്ടപ്പന ക്യാമറയും ജോയിസ് തോമസ് എഡിറ്റിംഗും നിർവഹിച്ച ആൽബം ചിത്രീകരണത്തിന് ഹെഡ്മാസ്റ്റർ ബിനോയ് മാത്യു, ജോബിൻ ജോയ്, വിനു മാത്യു, ജിജോ ജോൺ, പ്രീത സിജെ, സിസ്റ്റർ സിൻസി, സിസ്റ്റർ ടോംസി, സിസ്റ്റർ ധന്യ എന്നിവരാണ് നേതൃത്വം നൽകിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. പട്ടിന്റെ കയ്യൊപ്പ് സിൻസ് 1924 പുളിമുട്ടിൽ സിൽക്സ്. ഗവൺമെന്റ് ജോലിയോ വിദേശത്ത് മികച്ച കരിയറോ സ്വപ്നം കാണുന്നുണ്ടോ? എങ്കിൽ നിങ്ങളുടെ ഭാവിയിലേക്കുള്ള ശരിയായ വഴി ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അബ്രോഡ് സ്റ്റഡീസ്. ഒരേ സ്ഥലത്ത് പഠിക്കാം. ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, PSC കോച്ചിംഗ്, ജർമ്മൻ ലാംഗ്വേജ്, സ്പോക്കൺ ഇംഗ്ലീഷ്, 4 കോഴ്സുകൾ ഒരു കോഴ്സിന്റെ ഫീസിൽ. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിൽ പ്രായോഗിക പരിശീലനവും കരിയർ ഗൈഡൻസും ഉൾപ്പെട്ട ജോബ് ഓറിയന്റഡ് ട്രെയിനിങ്. നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്കുള്ള ആദ്യ ചുവട് ഇന്ന് തന്നെ തുടങ്ങും. Your dream, our mission. Build your future with us. DM now. Online and offline classes available. Global Institute of Abroad Studies, near Head Post Office, Shakina Complex, Todupuzha. അന്താരാഷ്ട്ര നിലവാരമുള്ള ഷോപ്പിംഗ് അനുഭവത്തിന് കൂടുതൽ തിളക്കമാർന്ന തുടക്കമായിരിക്കുന്നു. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച തൊടുപുഴ ഷോറൂമിൽ ഗോൾഡ്, ഡയമണ്ട്, ജെം സ്റ്റോൺ തുടങ്ങിയ മനോഹരമായ ആഭരണങ്ങളുടെ വിപുലമായ കളക്ഷൻസ് ആണ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. കൂടാതെ ഡെയിലി വെയർ ആഭരണങ്ങളുടെ ആകർഷകമായ കളക്ഷനോടൊപ്പം മനോഹരമായ ലൈറ്റ് വെയ്റ്റ് വെഡിംഗ് സെറ്റുകളും. അനുഭവിച്ചറിയൂ ലോകോത്തര നിലവാരമുള്ള ഷോപ്പിംഗ് അനുഭൂതി. കൂടുതൽ ഡിസൈനുകൾ, കൂടുതൽ ചോയ്സ്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടെമ്പിൾ ബൈപാസ് റോഡ്, തൊടുപുഴ. ഫോൺ 04862 222 916. കോതമംഗലം രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് വാഴക്കുളം. ഓട്ടോണമസ് പദവിയുടെ തിളക്കത്തിൽ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് 4 നൂറ്റാണ്ടിന്റെ പാരമ്പര്യം. NBA, NAT അക്രഡിറ്റേഷനുകൾ, മൾട്ടിനാഷണൽ കമ്പനികളിലടക്കം മികച്ച പ്ലേസ്മെന്റ്, അന്തർദേശീയ നിലവാരമുള്ള ലാബുകൾ, അക്കാദമിക് എക്സലൻസിനോടൊപ്പം വൈവിധ്യമാർന്ന പാഠ്യേതര പ്രവർത്തനങ്ങൾ, BTech കോഴ്സുകൾ, MBA, ആഗോള തൊഴിൽ സാധ്യതകളുമായി ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി. സിൽവർ ജൂബിലിയുടെ നിറവിൽ അക്കാദമിക് മികവിന്റെ 25 വർഷങ്ങൾ പിന്നിടുന്ന വിശ്വജ്യോതിയോടൊപ്പം നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കൂ. റോയൽ ലോക്ക് ഫർണിച്ചർ ബ്രാൻഡ് ഇപ്പോൾ തൊടുപുഴയിലും. അത്യാകർഷകമായ അമേരിക്കൻ, ഇറ്റാലിയൻ, മലേഷ്യൻ ഡിസൈൻ സോഫകൾ, റിക്ലൈനർ സോഫകൾ, മാർബിൾ ഡൈനിങ് ടേബിളുകൾ, ബെഡുകൾ, ഓഫീസ് ടേബിളുകൾ എല്ലാം ഇപ്പോൾ തൊടുപുഴ കോലാനിയിലുള്ള റോയൽ ലോക്കിൽ ലഭ്യമാണ്. ആരും കൊതിക്കുന്ന ഹോം ഡെക്കറേഷൻ ഐറ്റംസ് വാങ്ങാൻ ഇനി മഹാനഗരങ്ങളിൽ പോകേണ്ട. EMI സൗകര്യവും ആർക്കും അഫോർഡ് ചെയ്യാവുന്ന ആകർഷകമായ വിലയും. നിങ്ങളുടെ ഭവനം മനോഹരമാക്കാൻ ഉടൻ സന്ദർശിക്കൂ റോയൽ ലോക്ക് കോലാനി, തൊടുപുഴ. ഇതിനുള്ള അവകാശം മോൾക്ക് മാത്രമാണ്. ഇതെന്താ കുഞ്ഞേ സംഭവം? ജോർജ് ഏട്ടാ, കഴിഞ്ഞ ദിവസം അവർ ഷോപ്പിൽ വന്നിരുന്നു. ഒരു കമ്മല് കൊടുക്കാനുണ്ടായിരുന്നു. മോളുടെ അപ്പയമ്മ എന്തിയേ? കുഞ്ഞിന്റെ കണ്ണിലെ സന്തോഷം കണ്ടോ? അത് മതി ഈ അച്ചായന്. കുഞ്ഞിന് നന്മയെ വരൂ. സ്നേഹത്തിന്റെയും പ്രതീക്ഷയുടെയും യഥാർത്ഥ മൂല്യം അച്ചൈൻസ് ഗോൾഡ്.
കാൽ നൂറ്റാണ്ടിന്റെ വിശ്വസ്ത പാരമ്പര്യവുമായി അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. ആഘോഷങ്ങൾ ഏതുമാവട്ടെ, എല്ലാത്തരം വെജ് നോൺ വെജ് വിഭവങ്ങളും പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നു. നിങ്ങളുടെ നാവിലെ രസമുകുളങ്ങളെ തൊട്ടുണർത്തുന്ന രുചി വൈവിധ്യങ്ങൾ, സ്വാദിൽ ഒരൽപ്പം പോലും വിട്ടുവീഴ്ചയില്ലാതെ, പാരമ്പര്യ തനിമ നഷ്ടപ്പെടാതെ, വിഭവസമൃദ്ധമായി നിങ്ങളുടെ ആഘോഷങ്ങളെ വരവേൽക്കൂ. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴയ്ക്കൊപ്പം. ഫോൺ 9744406785. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. നൂതന യന്ത്ര സംവിധാനത്തോടെയുള്ള കണ്ണുപരിശോധന. മംഗലത്തൊപ്റ്റിക്കൽസ്, പുളിമൂട്ടിൽ പ്ലാസ, പാലാ റോഡ്, തൊടുപുഴ. താഴുകൾക്കായി എക്സ്ക്ലൂസീവ് ശേഖരവുമായി തൊടുപുഴയിൽ ദ ലോക്ക് സ്റ്റുഡിയോ പ്രവർത്തനം ആരംഭിച്ചു. ഭവനത്തിനാണെങ്കിലും മറ്റ് സ്ഥാപനങ്ങളുടെ ആണെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് താഴുകൾ. അതുകൊണ്ട് തന്നെ താഴുകളുടെ വിപുലമായ ശേഖരം ഒരുക്കുകയാണ് സിംപ്ലെക്സ് ഹോം സൊല്യൂഷൻ. ആർക്കിടെക്ചറൽ ഹാർഡ്വെയർ, ഇലക്ട്രോണിക് ലോക്സ്, മോഡ്യുലർ കിച്ചൺസ്, പ്ലൈവുഡ്സ്, ലാമിനേറ്റ്സ്, മൈക്യാം, WPC, PVC ബോർഡുകൾ, മൾട്ടിബോർഡ്, CCTV ആൻഡ് സെക്യൂരിറ്റി സിസ്റ്റംസ് തുടങ്ങിയ നിരവധി സേവനങ്ങൾ ഇവിടെ ലഭ്യമാണ്. ദ ലോക്ക് സ്റ്റുഡിയോ, ജീസസ് ടവർ, മുതലക്കോടം. ഫോൺ 9947973577. 3.5 വർഷം മുൻപ് അവളുടെ ആഗ്രഹത്തിന്, സ്വപ്നത്തിന് ഒരു സമ്മാനം എന്ന പോലെ ഇതുപോലൊരു ലെറ്റർ ഞാൻ കൊടുത്തു. അന്ന് അവൾ എന്നെ നോക്കി ഒന്ന് സന്തോഷത്തോടെ ചിരിച്ചു. പിന്നീട് ഓരോ വർഷവും കടന്നു പോകുമ്പോൾ ഞാൻ കണ്ടത് അവളുടെ ആത്മവിശ്വാസവും അവളുടെ പ്രതീക്ഷയും അവളുടെ വളർച്ചയും. ദാ ഇപ്പോ അവളുടെ സ്വപ്നങ്ങളും എല്ലാം യാഥാർത്ഥ്യമാക്കി എംബിറ്റ്സ്. സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി എംബിറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജ്, കോതമംഗലം. പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലേ ഉള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് എടുത്തിറങ്ങണമെന്ന്. ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. സെലിബ്രേറ്റിംഗ് 100 years of പുളിമൂട്ടിൽ സിൽക്സ്. വാർത്തകൾ തുടരുന്നു. കോഴിക്കോട് മുക്കത്ത് 2.75 കിലോഗ്രാം MDMA-യുമായി 40-കാരി അറസ്റ്റിൽ. നീലേശ്വരം സ്വദേശിനിയായ ഖദീജയാണ് പ്രതി. താമരശ്ശേരി DYSP വിനോദ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് അന്വേഷണത്തിന് നേതൃത്വം നൽകിയത്. ഏപ്രിൽ 2-ന് MDMA-യുമായി മുക്കം സ്വദേശി മുഹമ്മദ് ഹനീഫയെ ഡാൻസാബ് സംഘം അറസ്റ്റ് ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അറസ്റ്റിലായ ഖദീജ ഹനീഫയുടെ അയൽവാസിയും അടുത്ത സുഹൃത്തുമാണ്. ഖനീഫയുടെ മയക്കുമരുന്ന് ഇടപാടുകളുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ ഖദീജയുടെ ബാങ്ക് അക്കൗണ്ട് വഴിയാണ് നടന്നതെന്ന് കണ്ടെത്തി. കോഴിക്കോട് റൂറൽ SP ജോസഫിന്റെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നത്. ഖദീജയെ താമരശ്ശേരി കോടതിയിൽ ഹാജരാക്കി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. മുക്കം ഇൻസ്പെക്ടർ നിബിൻ ജോയ്, ASI-മാരായ അബ്ദുൾ റഷീദ്, മുംതാസ്, സീനിയർ CPO ബിനോയ് വിശ്യം, CPO ജിഷ എന്നിവരടങ്ങുന്ന പോലീസ് സംഘമാണ് അന്വേഷണം നടത്തിയത്. മൂവാറ്റുപുഴ ആനിക്കാട് പേടിക്കാട്ടുകുന്നിൽ മാനുവൽ ചാക്കോ നിര്യാതനായി. 78 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 10-ന് ആനിക്കാട് സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിൽ. ഭാര്യ പരേതയായ റോസമ്മ, രാജക്കാട് താന്നിക്കൽ കുടുംബാംഗം. മക്കൾ ആശ, ജോഷി, ജോമി. മരുമക്കൾ ഇമ്മാനുവൽ പറയിടത്തിൽ രണ്ടാർക്കര, ഷിനോയ് പാർത്താഴം കരിമണ്ണൂർ, അജി തേക്കുംകാട്ടിൽ രാജാക്കാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ റവന്യൂ ഭൂമിയിൽ അവകാശം ഉന്നയിച്ച് വനം വകുപ്പ് നടത്തുന്ന ഇടപെടലുകൾ കർഷകർക്ക് ദുരിതമാകുന്നു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷേഴ്സ് യൂണിയൻ കരിമണ്ണൂർ വെസ്റ്റ് യൂണിയൻ കൺവെൻഷൻ സംഘടിപ്പിക്കുകയും നവാഗതർക്ക് സ്വീകരണം നൽകുകയും ചെയ്തു. ഇടുക്കി ജില്ലാ ജോയിന്റ് സെക്രട്ടറി PP സൂര്യകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. ജൂലൈ 1 ദേശീയ ഡോക്ടേഴ്സ് ദിനത്തിൽ കരിമണ്ണൂർ PHCയിലെ ഡോക്ടർമാരെ ആദരിച്ച് കരിമണ്ണൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷേഴ്സ് അസോസിയേഷൻ മൂവാറ്റുപുഴ നിയോജക മണ്ഡലം ഏകദിന ശില്പശാല നടത്തി. സംസ്ഥാന ജനറൽ സെക്രട്ടറി TS സലീം ശില്പശാല ഉദ്ഘാടനം ചെയ്തു. വണ്ടിപ്പെരിയാർ ചുരക്കുളം എസ്റ്റേറ്റിൽ 6 വയസ്സുകാരി പീഡനത്തിനിരയായ കൊല ചെയ്യപ്പെട്ടിട്ട് 5 വർഷം.
കേസിൽ നിരവധി പ്രക്ഷോഭങ്ങൾ നടത്തിയ UDF അധികാരത്തിലെത്തിയ പ്രതീക്ഷയിൽ തങ്ങൾക്ക് നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് പെൺകുട്ടിയുടെ കുടുംബം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.